ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2021 ജനുവരി 12 നടത്തിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഫോർ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ ട്രൂ നെർവ് ഓഫ് ഹിയറിംഗ് വിച്ച് ഈസ് ദ പോർഷൻ ഓഫ് ദി ഓഡിറ്ററി നെർവ്. അതിൻ്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കോക്ലിയർ നെർവ്. രണ്ടാമത്തെ ചോദ്യം, ദ ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സിയുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ദിവസമാണ്. 3. ദ ഓർഗൻ ഇൻ വിച്ച് ദ ഗ്രേ മാറ്റർ ക്യാൻ ബി സീൻ ഇൻ ദ ഫോം ഓഫ് ലെറ്റർ എച്ച്. ഗ്രേ മാറ്റർ എച്ചിൻ്റെ ഫോമിൽ കാണപ്പെടുന്ന ഓർഗനാണ് സ്പൈനൽ കോഡ്. നാലാമത്തെ ചോദ്യം, ദ ഹോർമോൺ ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോസ ഇൻ ടെസ്റ്റസ് ഓഫ് മെയിൽസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, FSH. 5. ദ പേസ് മേക്കർ ഓഫ് ഹേർട്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, SA നോഡാണ് പേസ് മേക്കർ ഓഫ് ഹേർട്ട്. അടുത്തത് ആറാമത്തെ ചോദ്യം, ദ സ്പെഷ്യലി അൾട്ടേർഡ് സ്വെറ്റ് ഗ്ലാൻഡ്സ് ഇൻ ദ സ്കിൻ ഓഫ് ഇയർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സെറൂമിനസ് ഗ്ലാൻഡ്. ഓപ്ഷൻ ഡി സെറൂമിനസ് ഗ്ലാൻഡ് ആണ് ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യം, ദ വോളിയൂം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി പാസ്ഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ബൈ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, വൈറ്റൽ കപ്പാസിറ്റി. എട്ടാമത്തെ ചോദ്യം, ദ ഏരിയ വിച്ച് റിസീവ്സ് ഇമേജസ് ആൻഡ് ഇംപ്രഷൻസ് ഫോർ ഇൻ്റർപ്രിട്ടേഷൻ ഇൻ ദ ഓക്സിപിറ്റൽ ലോബ് ഓഫ് സെറിബ്രം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിഷ്വൽ ഏരിയ. അടുത്ത ഒമ്പതാമത്തെ ചോദ്യമാണ്, ദ ഇൻസെൻസിബിൾ വാട്ടർ ലോസ് വിച്ച് ഈസ് എ സിമ്പിൾ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ത്രൂ സ്കിൻ. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പെർസ്പിരേഷൻ. പത്താമത്തെ ചോദ്യം, എ പേഴ്സൺ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് എ ക്യാൻ റിസീവ് ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദി ഫോളോവിങ് ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് രക്തമുള്ള ആളുകൾക്ക് ഏതൊക്കെ രക്തം സ്വീകരിക്കാൻ സാധിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, A ആൻഡ് O. 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ടീത്ത് ഹൈജീൻ. ഓപ്ഷൻസ് വായിക്കാം. പീരിയോഡോണ്ടൽ ഡിസീസ് ഈസ് ദ കോമണസ്റ്റ് കോസ് ഓഫ് ടൂത്ത് ലോസ്. Enamel can repair by itself. Dental plaque is protecting teeth from caries. Halitosis is the term for bad breath. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, only 1 and 4 are correct. 12ാമത്തെ ചോദ്യം, which the following are essential amino acid except. താഴെ പറയുന്നതിൽ ഏതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എക്സെപ്റ്റ് അതിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഫിനൈൽ അലനിൻ, ത്രെനോണിൻ, മെഥിയോണിൻ, വലൈൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി എബോ. തന്നിരിക്കുന്നത് ഒന്നുമല്ല. 13ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ് എബൌട്ട് വിറ്റാമിൻസ്. 1. വിറ്റാമിൻ B1 തയാമിൻ deficiency result in beriberi. 2. vitamin B2 riboflavin deficiency result in pellagra. 3. vitamin B12 deficiency result in pernicious anemia. 4. vitamin C ascorbic acid is essential for wound healing. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, only 2. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, only 2. അതായത് വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി റിസൾട്ട് ഇൻ പെല്ലാഗ്ര, അതാണ് തെറ്റായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു അസസ് ദ ക്വാളിറ്റി ഓഫ് പാസ്ചറൈസ്ഡ് മിൽക്ക്. 1. ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. 2. സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്. 3. ഷിക് ടെസ്റ്റ്. 4. കോളിഫോം കൗണ്ട്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, only 1, 2 and 4. 15ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബാക്ടീരിയ ആർ
gram negative. Options are 1 pneumococci, 2 gonococci, 3 meningococci, 4 streptococci. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, only 2 and 3. അടുത്തത് 16ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആർ വർക്കിംഗ് യൂസിങ് ദ ടെക്നിക് ഓഫ് ഡ്രൈ ഹീറ്റ്? ആൻസർ വരുന്നത് ആദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 ഹോട്ട് എയർ ഓവൻ, 2 ഓട്ടോക്ലേവ്, 3 ഇൻസിനറേറ്റർ, 4 ഹോസ്പിറ്റൽ സ്റ്റെറിലൈസർ. ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, only 1 and 3. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഫങ്ഷൻസ് ഓഫ് സ്റ്റെറൈൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് CSSD ഇൻ എ ഹോസ്പിറ്റൽ? ഓപ്ഷൻസ്: സപ്ലൈ ഓഫ് സ്റ്റെറൈൽ ലിനൻ ഫോർ ഓപ്പറേഷണൽ തിയേറ്റർ, 2 സപ്ലൈ ഓഫ് പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ, 3 സപ്ലൈ ഓഫ് ഓക്സിജൻ ഗ്യാസ് ഫോർ ഓപ്പറേഷൻ തിയേറ്റർ, 4 ഡിസിൻഫെക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ് സച്ച് ആസ് വെൻറ്റിലേറ്റേഴ്സ്. ഇവിടെ ശരിയുത്തരം വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, only 1 and 4. 18ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ് അബൌട്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ? ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഇൻഫെക്ഷൻ ബൈ എ പാരസൈറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി ഇൻഫെക്ഷൻ. ദ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ എ പാരസൈറ്റ് ഇൻ എ പേഷ്യൻറ്റ് സഫറിംഗ് ഫ്രം എ ഡിസീസ് കോസ്ഡ് ബൈ അനദർ പാരസൈറ്റ് ഈസ് നോൺ ആസ് ക്രോസ് ഇൻഫെക്ഷൻ. 3 hospital acquired infection is also known as endogenous infection. 4 infection in a particular organ is called focal infection. ഇവിടെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, only 2 and 3. അടുത്ത 19ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സൂണോട്ടിക് ഡിസീസ്? തന്നിരിക്കുന്നവയിൽ സൂണോട്ടിക് ഡിസീസ് അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഡ്രാക്കൻകുലിയാസിസ്. 20ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് COVID-19? ഓപ്ഷൻസ്: ഡെക്സാമെഥസോൺ, ഫാവിപിരാവിർ, റെംഡെസിവിർ, ടോസിൽസുമാബ്. ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദം. ഇത് 4ഉം COVID-19 ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. 21ാമത്തെ ചോദ്യം. The state of the semi-unconscious in which casualty respond to external stimuli or loud noise? Answer option B ആണ്, stupor. 22ാമത്തെ ചോദ്യം. The condition in which the blood is coughed out mixed with air or sputum? Answer option C ആണ്, hematosis. 23. When fever is present only for several hours during the day, it can be termed as option D intermittent fever. 24ാമത്തെ ചോദ്യം. The first aid for fractures include the following group. 1 avoid all unnecessary movements, 2 reduce the fracture and bring bones to normal position, 3 apply splint, 4 prevent infection. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 3 and 4. അടുത്ത 25ാമത്തെ ചോദ്യമാണ്. എക്സ്പാൻഡ് OCHA. OCHAയുടെ എക്സ്പാൻഷനാണ് ഓഫീസ് ഫോർ കോഓർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ്. 26ാമത്തെ ചോദ്യം. എ പേഴ്സൺ ഹൂ മെറ്റ് എ മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റ് ഹാസ് spinal fracture. He is unable to sit and stand following injury. This inability can be termed as. Inability നെ പറയുന്ന പേരാണ് disability. 27ാമത്തെ ചോദ്യം. Rehabilitation in which restoration of capacity to earn livelihood is aimed. ആൻസർ ഓപ്ഷൻ എ ആണ്, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ. 28ാമത്തെ ചോദ്യം. The World Disaster Reduction Day is observed on. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2nd Wednesday of October. 29ാമത്തെ ചോദ്യം. A victim of drowning is
rescued in order to drain out water from the body. The following first aid measure should be taken except answer option A ആണ് force out water from stomach. 30ാമത്തെ ചോദ്യം when a flood is over the instruction to be followed is answer option C ആണ് wait until the water is declared safe before drinking. 31ാമത്തെ ചോദ്യം which is the right option regarding health problem associated with obesity? Answer ഓപ്ഷൻസ് നോക്കാം. ഒബേസിറ്റി ക്യാൻ ലീഡ് ടു ഗാൾ ബ്ലാഡർ ഡിസീസ് ആൻഡ് സ്ലീപ്പ് ആപ്നിയ. ഇറ്റ് മോഡറേറ്റ്ലി ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് osteoarthritis and gout. There is slightly increased risk of breast, endometrial and colon cancers in obese persons. Answer option D ആണ് 1, 2 and 3 are correct. അടുത്തത് 32ാമത്തെ ചോദ്യമാണ്. Read the statement and choose the correct option regarding accident and injury prevention. Options: safety helmet reduce the risk of head injury by 30% and fatalities by 40%. 2. There should be a basic reporting system of all accidents. 3. Drugs such as barbiturate, amphetamines and cannabis can improve the driver's concentration ability. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1 and 2 കറക്റ്റ്, 3 ഈസ് ഇൻകറക്റ്റ്. അടുത്തത് 33ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് കോസ് ഓഫ് ചൈൽഡ്ഹുഡ് ബ്ലൈൻഡ്നെസ്? ആൻസർ വരേണ്ടത് ആദ്യം ഓപ്ഷൻസ് നോക്കാം. ലീഡിംഗ് കോസസ് ഓഫ് സെറോപ്താൽമിയ, conjunctional cataract and congenital glaucoma. 2. Other causes include uncorrected refractive errors, optic atrophy and retinopathy due to prematurity. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് ആർ കറക്റ്റ്. ഇവിടെ രണ്ടും ശരിയായിട്ടാണ് വരേണ്ടത്. അടുത്ത ചോദ്യം, പിക്ക് ദ റൈറ്റ് ഓപ്ഷൻ ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ജെറിയാട്രിക്സ്. Option 1. The 3 major ailment reported by elderly persons are visual impairment, locomotive disorders and neurological complaints. 2. Biological age of an elderly person is identical with his chronological age. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ്. അടുത്ത ചോദ്യം 35ാമത്തെ ചോദ്യം. റീഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് നോൺ മോഡിഫൈഡ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. ഓപ്ഷൻസ്: ബ്ലഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഏജ് ഇൻ ബോത്ത് സെക്സസ്. ചിൽഡ്രൻ ഓഫ് ഹൈപ്പർ ടെൻസീവ് പാരൻസ് ഹാവ് 45% ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ഹൈപ്പർ ടെൻഷൻ. പോപ്പുലേഷൻ സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ബ്ലഡ് പ്രഷർ ഈസ് ഹയർ ഇൻ വൈറ്റ് എത്നിക് കമ്മ്യൂണിറ്റീസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 ഈസ് ഇൻകറക്റ്റ് ആൻഡ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരവായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം 36. വിച്ച് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ റിലേറ്റിംഗ് ടു മെറ്റേണൽ ഡയബറ്റീസ്? 1. ഓഫ് സ്പ്രിങ്സ് ഓഫ് ദി ഡയബറ്റിക് പ്രഗ്നൻസീസ് ഇൻക്ലൂഡിംഗ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആർ ഓഫൺ സ്മോൾ ബേബീസ്. 2. ഓഫ് സ്പ്രിങ്സ് ഓഫ് ദി ഡയബറ്റിക് പ്രഗ്നൻസീസ് including gestational diabetes often tend to develop obesity in childhood. 3. Children born to mothers after they develop diabetes have a 3-fold higher risk of developing diabetes than those born before. ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് 2 and 3 ആർ കറക്റ്റ്. 37ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റഡ് ടു പ്രോപ്പർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. Options: waste items in yellow bag are treated by autoclaving. 2. Waste items in black bag are disposed in secured landfill. ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് കറക്റ്റ്.
1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് 2 ഈസ് കറക്റ്റ്. 38ാമത്തെ ചോദ്യം, റിഗാർഡിംഗ് സ്ട്രോക്ക് വിച്ച് ഈസ് ഇൻകറക്റ്റ്? 1. ട്രാൻസിയൻറ്റ് ഇസ്കെമിക് അറ്റാക്ക് TIA are episodes of the irreversible focal and neurological deficit lasting for more than 24 hours. 2. First priority in stroke prevention goes to control of the arterial hypertension. 3. Previously it was considered as an inevitable part of aging. Focus is now on primary prevention through community activation. ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. 2 and 3 are correct. 39ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ട്രൂ കൺസിഡറിങ് ടൊബാക്കോ യൂസ്ഡ് ആൻഡ് ക്യാൻസേഴ്സ്? 1. വേൾഡ് വൈഡ് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മോർ ദാൻ 1 million premature death each year. 2. Tobacco use leads to cancer of larynx, bladder and pancreas. ആൻസർ ഓപ്ഷൻ സി ആണ്. 1 and 2 are true. 40ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? 1. According to WHO, a healthy person aged 18 to 64 years should try to achieve 50 minutes of moderate intensity aerobic physical activities every week. 2. Physical activities also include leisure time activities like dancing, playing and gardening. Answer option B ആണ്. 2 is correct. അടുത്തത് 41ാമത്തെ ചോദ്യം, പബ്ലിക് ഹെൽത്ത് കൺസെപ്റ്റ് ബോൺ ഇൻ. പബ്ലിക് ഹെൽത്ത് കൺസെപ്റ്റ് എവിടെയാണ് ഉദയം കൊണ്ടത്? ഇംഗ്ലണ്ടിലാണ്. 42ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ? ഓപ്ഷൻസ് ചിക്കൻ പോക്സ്, മെസൽസ്, മംസ് ആൻഡ് TB. ആൻസർ 42ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മെസൽസ്. അടുത്തത് 42ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ട്യൂബർക്കുലോസ് ബാസിലസ് TB. 43ാമത്തെ ചോദ്യം നോക്കാം. The concept of the primary health care came into limelight at a conference held at. ആൻസർ ഓപ്ഷൻ എ ആണ്, അൽമ അറ്റ. 44ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് കോമ്പിനേഷൻ ബിലോ പ്രൊവൈഡിംഗ് പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ് ഇൻ ഇന്ത്യ. 1. സബ് സെൻറ്റേഴ്സ്. 2. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്. 3. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്. 4. റൂറൽ ഹോസ്പിറ്റൽ. ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, 1 and 2 only. അടുത്തത് 45ാമത്തെ ചോദ്യമാണ്. 45ാമത്തെ ചോദ്യം, vasectomized person should be advised not to lift heavy object or ride bicycle for dash days after operation. ആൻസർ ഓപ്ഷൻ ബി ആണ്, 15 days. 15 days ആണ് ശരി ഉത്തരം. 46ാമത്തെ ചോദ്യം, ദ ഡേ ഓൺ വിച്ച് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. WHO നിലവിൽ വന്നത് 7th April 1948 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 47ാമത്തെ ചോദ്യം, ദ സിസ്റ്റം ഓഫ് ദി രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ഡെത്ത് ഇൻ ഇന്ത്യ ഈസ് ഫാർ ഫ്രം സാറ്റിസ്ഫാക്ടറി ഡ്യൂ ടു ഐഡൻറ്റിഫൈ ദ റൈറ്റ് കോമ്പിനേഷൻ ബിലോ. 1. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. 2. lack of completeness. 3. lack of accuracy. 4. ignorance of people. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 and 4 are correct. അടുത്തത് 48ാമത്തെ ചോദ്യം, എലിജിബിൾ കപ്പിൾ മീൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കറൻ്റ്ലി മാരീഡ് കപ്പിൾ വെയർ വൈഫ് ഈസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 45 years. അവരെയാണ് എലിജിബിൾ കപ്പിൾസ് എന്ന് പറയുന്നത്. 49ാമത്തെ ചോദ്യം, ദ ടാഗ് ലൈൻ ഓഫ് ദി വേൾഡ് ഹെൽത്ത് ഡേ 2020. 2020 ലോകാരോഗ്യ ദിനത്തിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സപ്പോർട്ട് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. സപ്പോർട്ട് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് എന്നതാണ് 2020 വേൾഡ് ഹെൽത്ത് ഡേയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്.
സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്. 50ാമത്തെ ചോദ്യം, ഡോസേജ് ഓഫ് ദ TT1 ഫോർ എ വുമൺ ഇൻ ഏർലി പ്രഗ്നൻസി ഈസ്. ആൻസർ ഓപ്ഷൻ സി ആണ് 0.5 ml. 51ാമത്തെ ചോദ്യം, ദ എക്സ്ക്രീറ്റ ഡിസ്പോസൽ എഫ്ലുവൻറ്റ് ഫോംസ് ഇൻ. ആൻസർ ഓപ്ഷൻസ് നോക്കാം. സെപ്റ്റിക് ടാങ്ക്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഓക്സിഡേഷൻ പോണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശരി ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. വൺ, 2 ആൻഡ് 3. അടുത്ത ചോദ്യം, ആവറേജ് എമൗണ്ട് ഓഫ് ദ സീവേജ് വിച്ച് ഫ്ലോസ് ത്രൂ ദ സീവേജ് സിസ്റ്റം ഇൻ 24 hours. ആൻസർ ഓപ്ഷൻ സി, only 3. 53ാമത്തെ ചോദ്യം, ബാക്ക് വാഷിംഗ് പ്രോസസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത്. ഓപ്ഷൻസ് സ്ലോ സാൻഡ് ഫിൽറ്റർ, 2 റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ, 3 ഗ്രിഡ് ചേംബർ. ശരി ഉത്തരം വരേണ്ട ഓപ്ഷൻ ബി ആണ്, only 2. അടുത്ത 54ാമത്തെ ചോദ്യം, ഹാർട്ട് ഓഫ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഓപ്ഷൻസ് സെഡിമെൻറ്റേഷൻ ടാങ്ക്, ട്രിക്ലിംഗ് ഫിൽറ്റർ, എയറേഷൻ ടാങ്ക്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, only 3. 55ാമത്തെ ചോദ്യം, മെത്തേഡ് ഫോർ റെഫ്യൂസ് ഡിസ്പോസൽ. ഓപ്ഷൻസ് ഡംപിങ്, സാനിറ്ററി ലാൻഡ്ഫിൽ, മെന്യൂർ പിറ്റ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2 ആൻഡ് 3. 56, എസ്റ്റിമേറ്റഡ് വോളിയൂം ഓഫ് വാട്ടർ ഇൻ 1 cubic meter ഓഫ് വെൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, only 1, അതായത് 1000 ലിറ്റർ. 57ാമത്തെ ചോദ്യം, ദ ഡിഫറൻറ്റ് നെയിം ഓഫ് ദി ഓക്സിഡേഷൻ പോണ്ട്. ഓപ്ഷൻസ് വേസ്റ്റ് സ്റ്റെബിലൈസേഷൻ പോണ്ട്, റിഡോക്സ് പോണ്ട്, സീവേജ് ലാഗൂൺസ്. 57ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, 1, 2 ആൻഡ് 3. 58ാമത്തെ ചോദ്യം, കോമൺലി യൂസിങ് ലാർവിസൈഡ്സ് ഫോർ കെമിക്കൽ കൺട്രോൾ. മിനറൽ ഓയിൽസ്, മാലത്യോൺ, ലിൻഡെയിൻ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, only 1. 59ാമത്തെ ചോദ്യം, ഹാർട്ട് ഓഫ് ദ സ്ലോ സാൻഡ് ഫിൽറ്റർ. ആൻസർ വൈറ്റൽ ലെയർ, സൂഗ്ലിയൽ ലെയർ, ബയോളജിക്കൽ ലെയർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2 ആൻഡ് 3. ഈ 3 ഓപ്ഷൻസും വരുന്നുണ്ട്. 60ാമത്തെ ചോദ്യം, ദ ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് റോഡൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, only 1, 2 ആൻഡ് 3. 61ാമത്തെ ചോദ്യം, ഇൻ കമ്മ്യൂണിക്കേഷൻ ദ ടെക്നിക്കൽ നോ ഹൗ. ആൻസർ ഓപ്ഷൻ ബി ആണ്, മെസ്സേജ്. ഓപ്ഷൻ ബി മെസ്സേജ് ആണ് ശരി ഉത്തരം. 62ാമത്തെ ചോദ്യം, ടെലിവിഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. അതായത് ഏതൊക്കെ വരുന്നുണ്ട്, ഓഡിയോ എയ്ഡ്, വീഡിയോ എയ്ഡ്, ഓഡിയോ വീഡിയോ എയ്ഡ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. 63ാമത്തെ ചോദ്യം, കോഗ്നിറ്റീവ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ. ആൻസർ ഓപ്ഷൻ ഡി, നോളജ്. 64ാമത്തെ ചോദ്യം, പബ്ലിക് ഹെൽത്ത് ആക്ട് ഡാഷ് അപ്രോച്ച് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആൻസർ ഓപ്ഷൻ ബി, റെഗുലേറ്ററി. 65ാമത്തെ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് ദി മൈക്രോ ട്യൂച്ചിങ് പുട്ട് ഫോർവേഡഡ് ബൈ. ഓപ്ഷൻ എ, W. Allen. 66, ദ പ്രോസസ് ഓഫ് ദി സോഷ്യോമെട്രി വാസ് പുട്ട് ഫോർവേഡ് ബൈ. ആൻസർ ഓപ്ഷൻ ബി ആണ്, JL. മോറിനോ. 67, ഇൻഡിവിജ്വൽ മെത്തേഡ് ഇൻ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ഈസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൗസ് വിസിറ്റ്. 68, ഡാഷ് കൺസിസ്റ്റിംഗ് ഓഫ് സീരീസ് ഓഫ് മീറ്റിംഗ്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വർക്ക്ഷോപ്പ്. 69, എക്സ്പാൻഡ് DAVP. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡയറക്ടറേറ്റ് ഓഫ്
അഡ്വർടൈസിങ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി. 70. ഇൻ കമ്മ്യൂണിക്കേഷൻ ദ കോൺ ഓഫ് എക്സ്പീരിയൻസ് തിയറി പുട്ട് ഫോർവേഡഡ് ബൈ. ആൻസർ ഓപ്ഷൻ ഡി എഡ്ഗാർ ഡെയിൽ. 71. എക്സ്പാൻഡ് MBO. ആൻസർ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. 72. POS DCORB. ഇതിൽ ഡി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്, ഡയറക്റ്റിംഗ്. 73. ഡിറ്റർമിനിങ് വാട്ട് ഈസ് ടു ബി ഡൺ ഈസ്. 73 ഡി പ്ലാനിങ്. 74. പെർട്ട് ഈസ് എ ഡാഷ് ടെക്നിക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പെർട്ട് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. 75. 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് പുട്ട് ഫോർവേഡഡ് ബൈ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹെൻറി ഫയോൾ. 76. പഞ്ചായത്ത് രാജ് ബിൽ അഡോപ്റ്റഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ 1992 ബൈ ഡാഷ് അമെൻമെൻറ്റ്. ആൻസർ ഓപ്ഷൻ സി 72nd അമെൻമെൻറ്റ്. 77ാമത് ചോദ്യം. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇനിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. എവിടെയാണ് പഞ്ചായത്ത് രാജ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? രാജസ്ഥാനിലാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 78. ഇൻ COVID-19 അവയർനെസ് ക്യാമ്പയിൻ SMS മീൻസ്. COVID-19 അവയർനെസ് ക്യാമ്പയിനിൽ SMS എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, സോപ്പ് മാസ്ക് സോഷ്യൽ ഡിസ്റ്റൻസ്. സോപ്പ് മാസ്ക് സോഷ്യൽ ഡിസ്റ്റൻസ്. 79. ഇൻ ഇന്ത്യ ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഇനാക്റ്റഡ് ഇൻ. ഓപ്ഷൻ ബി 1981. 80ാമത്തെ ചോദ്യം. എപ്പിഡമിക് ഡിസീസ് ആക്ട് 1897 അമെൻഡഡ് ഓൺ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഏപ്രിൽ 2020. 81ാമത് ചോദ്യം. നെയിം ദ 81. നെയിം ദ സ്വിസ് സൈക്കാട്രിസ്റ്റ് who divide the personalities into 2 type, extrovert and introvert. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, കാൾ ജങ്. 82ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ആൻഡ് മൾട്ടിപ്ലൈയിങ് ബൈ 100. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് IQ. 83. ഇൻസ്റ്റെഡ് ഓഫ് അക്സെപ്റ്റിംഗ് ഫെയിലുവർ ആൻഡ് കറക്റ്റിംഗ് ഹിംസെൽഫ് ദ ഇൻഡിവിജ്വൽ ട്രൈസ് ടു മേക്ക് എക്സ്ക്യൂസസ് ആൻഡ് ജസ്റ്റിഫൈസ് ഹിസ് ബിഹേവിയർ. വാട്ട് ഈസ് ഇറ്റ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റാഷണലൈസേഷൻ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, റാഷണലൈസേഷൻ. അടുത്തത് 84ാമത്തെ ചോദ്യം നോക്കാം. ടു പ്രിപ്പയർ കപ്പിൾ ഓഫ് ചൈൽഡ് ബർത്ത് ആൻഡ് ചൈൽഡ് റെയറിംഗ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പാരൻറ്റ്ഹുഡ്. 85ാമത്തെ ചോദ്യം. ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫേസ്ഡ് വിത്ത് പ്രോബ്ലം ഹി എംപ്ലോയ്സ് certain ways to achieve health, happiness or success. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിഫൻസ് മെക്കാനിസം. ഓപ്ഷൻ സി ഡിഫൻസ് മെക്കാനിസം ആണ് ശരി ഉത്തരം. 86ാമത്തെ ചോദ്യം. ദ സോഷ്യൽ ഗ്രൂപ്പ് ഡിറ്റർമിൻഡ് ബൈ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആൻഡ് കോമൺ വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കമ്മ്യൂണിറ്റി. 87ാമത്തെ ചോദ്യം. ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ പേഷ്യൻ്റ് പ്രീ ഓക്യുപ്പൈഡ് വിത്ത് ഫിയേഴ്സ് ഓർ ഹാവിങ് സീരിയസ് ഡിസീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൈപ്പോകോൺട്രിയാസിസ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഹൈപ്പോകോൺട്രിയാസിസ്. അടുത്തത് 88ാമത്തെ ചോദ്യം. ദ ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് ദി മാരീഡ് കപ്പിൾ ആൻഡ് ദെയർ ചിൽഡ്രൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ന്യൂക്ലിയർ ഫാമിലി. 89. മെൻ്റൽ ഡിസീസ് ഡിസെൻഡ് ഓവർ ഫ്രം വൺ ജനറേഷൻ ടു അതർ. ഓപ്ഷൻ ബി ആണ്, ഷിസോഫ്രനിയ എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 90ാമത്തെ ചോദ്യം. നെയിം ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ ചൈൽഡ് ലേബർ ഈസ് ആൻ ഒഫെൻസ്.
ചൈൽഡ് ലേബർ ഒരു ഒഫൻസാന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 91 വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇൻ ഹൂക്ക്വാം ഇൻഫെക്ഷൻ റിസർവോയർ ഈസ് മാൻ ആൻഡ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് കണ്ടാമിനേറ്റഡ് സോയിൽ. 2 ഇൻ ടെറ്റനസ് റിസർവോയർ ആൻഡ് സോഴ്സ് ആർ ദ സെയിം, ദാറ്റ് ഈസ് സോയിൽ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് ആർ കറക്റ്റ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത 92 റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ടൈപ്പ് ഓഫ് വാക്സിൻസ്. 1 ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഈസ് കിൽഡ് ബൈ ടൈപ്പ് വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് HPV ആർ ടോക്സോയിഡ് വാക്സിൻസ്. 3 BCG ആൻഡ് റോട്ടാവൈറസ് വാക്സിൻസ് ആർ ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻസ്. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 ആൻഡ് 3 ആർ ട്രൂ, 2 ഈസ് ഫോൾസ്. അടുത്തത് 93 റിഗാർഡിംഗ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓപ്ഷൻസ് ഇൻ ഡോട്ട്സ് മെഡിസിൻസ് ആർ നൗ പ്രിപ്പയർഡ് ഇൻ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ദാറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ടാബ്ലറ്റ് to be consumed. 2 instead of alternate day regimen, TB patients taking FDC are switched to a daily regimen. Answer option D ആണ്. 1 and 2 are correct. 94 ചോദ്യം which is the correct statement regarding ORS? Answer option D ആണ്, only 3 is correct. അപ്പോൾ only 3 is correct ആണ് ശരി ഉത്തരം. അതായത് ആഫ്റ്റർ ഈച്ച് ലൂസ് ടൂൾ ചിൽഡ്രൻ അണ്ടർ 2 years of age should have been given 50 to 100 ml of ORS. അതാണ് ശരി ഉത്തരം. അടുത്ത 95 ചോദ്യം ഡ്യൂറിങ് ദ ഫസ്റ്റ് വിസിറ്റ് ഓഫ് 19-month-old infant, if her mother permit only one injection, which one should be given? Answer option C ആണ്, measles vaccines and OPV with vitamin A ആണ് ശരി ഉത്തരം. അടുത്തത് 96 ചോദ്യം പിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ അസോസിയേറ്റഡ് വിത്ത് H1N1 ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 and 2 ആർ കറക്റ്റ്. ഇവിടെ ഇന്നാക്ടിവേറ്റഡ് വാക്സിൻ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ആസ് എ സിംഗിൾ ഡോസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ഇൻ ദി അപ്പർ ആം. ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻസ് ആർ ഗിവൺ വയ നേസൽ സ്പ്രേ. 97 ചോദ്യം ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3 ആർ കറക്റ്റ്. അപ്പോൾ കറക്റ്റ് ഏതൊക്കെയാണ്? സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ട്രിപ്പോണിയ പാലിഡം ആൻഡ് ലിംഫാറ്റിക് ഫൈലേറിയാസിസ് ഈസ് കോസ്ഡ് ബൈ വുഷേറിയ ബാങ്ക്രോഫ്റ്റി. 98 ചോദ്യം റീഡ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 ഈസ് ഫോൾസ് ആൻഡ് 2 ഈസ് ട്രൂ. ഓപ്ഷൻസ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ക്യാൻ പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽ ഇൻ കേസ് ഓഫ് ടെറ്റനസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഹേർഡ് ഇമ്മ്യൂണിറ്റി ഈസ് മെയിൻറ്റൈൻഡ് ആൻഡ് സ്റ്റെപ്ഡ് അപ്പ് ബൈ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂവുമാണ്. 99 വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് അക്യൂട്ട് ഫ്ലാക്സിഡ് പാരാലിസിസ് AFP ആൻഡ് പോളിയോ. ഓപ്ഷൻസ് റിപ്പോർട്ടിംഗ് ഓഫ് ഓൾ കേസസ് ഓഫ് AFP in children under 5 years of age is mandatory. 2 polio vaccine should be stored at sub-zero temperature to prevent inactivation. 3 doses of the OPV during PPI are extra doses which supplement and do not replace the doses received during routine immunization service. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 2 and 3 ആർ കറക്റ്റ്. അടുത്തത് 100 ചോദ്യം വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റിംഗ് ടു IDSP. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സർവിലൻസ് ഇൻ IDSP ഈസ് എ സിൻഡ്രോമിക് ഡയഗ്നോസിസ്, പ്രിസംപ്റ്റീവ് ആൻഡ് കൺഫേംഡ് ഡയഗ്നോസിസ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട്
പറയേണ്ടത്. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയെന്ന് നോക്കുക. കൂടുതൽ ക്ലാസ്സുകളും വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്